Hi, hello, Rono this side. Hope all of you guys are doing great. Welcome back to my Thailand trip series part 3. ഓക്കെ, അങ്ങനെ നമ്മൾ പട്ടായയിലോട്ട് എത്തി. പട്ടായയിൽ നമ്മളിപ്പോൾ നമ്മുടെ റൂം ചെക്ക് ഇൻ ചെയ്യാൻ പോവുകയാണ്. ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു റൂമാണ്, കുഞ്ഞി റൂമാണ്, പക്ഷെ നല്ല ഭംഗിയാണ് കാണാൻ. ആൻഡ് നമ്മൾ റൂം ചെക്ക് ഇൻ ഒക്കെ ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള പട്ടായ സ്ട്രീറ്റിൽ നമ്മൾ ചുമ്മാ അങ്ങനെ റൂം ചെയ്യാൻ പോയി. ഒരുപാട് ഷോപ്സും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്, കുറേ ബാറുകളും അതേപോലെ ആൾക്കാരും ഒക്കെ ഉള്ള ഏരിയ ആണ് നമ്മൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ പട്ടായ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലാണ് പോയേക്കണേ. പട്ടായ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ ഒരാൾക്ക് എൻട്രൻസ് ഫീ എന്ന് പറയുന്നത് 200 തായ്ബട്ട് ആണ്. അത് നമ്മൾ ബൈ വാക്ക് ആണെങ്കിലാണ് 200 തായ്ബട്ട്, അല്ലെങ്കിൽ നമുക്ക് ഒരു സൈഡ് നമുക്ക് ബോട്ടിൽ പോവാം, അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നടന്നിട്ട് വരാം. ആൻഡ് ഫോർ ദാറ്റ് ഇറ്റ് ഇസ് 800 ബട്ട് വി ചൂസ് ടു വാക്ക്. കുറേ വീഡിയോ ഒക്കെ എടുത്ത് അങ്ങ് പോകാമെന്ന് ഓർത്തു. അങ്ങനെ ഞാൻ ഉച്ചയും കൂടെ അങ്ങ് നടക്കാൻ തുടങ്ങി. നല്ല ഭംഗിയായിട്ടാണ് ഇതെല്ലാം ഡെക്കറേറ്റ് ചെയ്തേക്കുന്നത്. ആൻഡ് ഞങ്ങൾ പോയപ്പോൾ ഒരു 6 ഒക്കെ കഴിഞ്ഞു, ഈവനിങ് 6 ഒക്കെ കഴിഞ്ഞായിരുന്നു. നമ്മൾ ചെക്ക് ഇൻ ചെയ്തപ്പോൾ കുറച്ച് ലേറ്റ് ആയല്ലോ. അപ്പോൾ അവിടെ കുറേ ഫുഡ് ഐറ്റംസും അതുപോലെ തന്നെ ഒരുപാട് ആക്സസറീസ്, ബാഗ്സ്, ഹാറ്റ്സ്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഫുഡ് ഇവിടെ നിന്ന് കുറേ ക്രോക്കഡൈൽസ്, അതുപോലെ തന്നെ കുറേ ഇൻസെക്ട്സ്, സ്പൈഡേഴ്സ്, അങ്ങനെ ഒത്തിരി ഫുഡ്, സ്കോർപ്പിയൻസ്, അങ്ങനെ ഒത്തിരി ഫുഡ് ഐറ്റംസ് ഉണ്ട്. പക്ഷെ നമ്മളിതൊന്നും ട്രൈ ചെയ്തില്ല. മാംഗോ സ്റ്റിക്കി റൈസ് ഉണ്ടായിരുന്നു, കോക്കനട്ട് ഐസ്ക്രീം ഉണ്ടായിരുന്നു, പക്ഷെ നമ്മളിതൊന്നും ട്രൈ ചെയ്തില്ല. ഞാൻ ഓർത്ത് ഇച്ചെങ്കിലും അറ്റ്ലീസ്റ്റ് ട്രൈ ചെയ്യുന്നു, ബട്ട് ഹി ഓൾസോ ഡിഡ് നോട്ട് ട്രൈ ഇറ്റ്. പിന്നെ നമ്മൾ നടന്ന സമയത്ത് ഇപ്പോൾ കറക്റ്റായിട്ട് 6:59 PM ആയി. അതായത് 1 മിനിറ്റിൽ മൊത്തം ഫ്ലോട്ടിംഗ് മാർക്കറ്റ് അടയ്ക്കും. നമ്മൾ അത്ര ലേറ്റ് ആയിട്ടാണ് പോയത്. അങ്ങനെ എല്ലാ ഷോപ്പും ക്ലോസ് ചെയ്തു. നമ്മൾ ഏറ്റവും നൈറ്റായിട്ടുള്ള പട്ടായ ഫ്ലോട്ടിംഗ് മാർക്കറ്റാണ് നമ്മൾ കാണുന്നത്. ഇത് ക്ലോസ് ചെയ്ത പട്ടായ ഫ്ലോട്ടിംഗ് മാർക്കറ്റാണ് നമ്മൾ കാണുന്നത്. അതും പക്ഷെ ഒരു ബ്യൂട്ടിഫുൾ വ്യൂ തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ റൂമിലോട്ട് വന്നു, ഒന്ന് ഫ്രഷ്നപ്പ് ഒക്കെ ആയി. നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തെ സ്ട്രീറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് പറഞ്ഞ് നമ്മൾ നടക്കുമായിരുന്നു. അവിടെയും ഇതുപോലെ തന്നെ കുറേ ഇൻസെക്ട്സിനെയൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട്, കോക്രോച്ചും പിന്നെ എന്തൊക്കെയൊക്കെയോ ഇൻസെക്ട്സ് ഉണ്ട്. പക്ഷെ നമ്മൾ കഴിച്ചില്ല. നമ്മൾ ചുമ്മാ ഇങ്ങനെ കണ്ടോ, കുറേ എന്തൊക്കെയൊക്കെയോ ഇൻസെക്ട്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ കഴിച്ചില്ല, നമ്മൾ ചുമ്മാ ഇങ്ങനെ നടന്നു. ഒരു ചെരുപ്പൊക്കെ വാങ്ങിച്ചു. ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്ന ചെരുപ്പ് അവിടെ നിന്ന് വാങ്ങിച്ച ചെരുപ്പാണ്. അത് ജസ്റ്റ് ഒരു 300 തായ്ബട്ട് എന്തോ ഉണ്ടായിരുന്നുള്ളൂ. ആൻഡ് ഇറ്റ് വാസ് വെരി നൈസ്. ആംബിയൻസ് ഒക്കെ ഒരു രക്ഷയില്ല, അടിപൊളി ആംബിയൻസ് ആയിരുന്നു. പിന്നെ നമ്മൾ തൊട്ടടുത്തുള്ളൊരു ബാറിലോട്ട് കയറി. ഇച്ചയ്ക്ക് പീനക്കൊലാഡ കഴിക്കണം, കുടിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ പീനക്കൊലാഡയൊക്കെ കുടിച്ച് അവിടുത്തെ ആംബിയൻസ് ഒക്കെ കണ്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് വി ജസ്റ്റ് കോൾഡ് ഇറ്റ് എ നൈറ്റ്. അപ്പോൾ ഓക്കെ ഗൈസ്, നാളെ നമ്മൾ പട്ടായയിൽ നമ്മൾ ബീച്ചിലും അതുപോലെ തന്നെ വാക്കിംഗ് സ്ട്രീറ്റിലും പോകുന്നുണ്ട്. സോ സ്റ്റേ ട്യൂൺഡ്. ഓക്കെ, ബൈ.